ഹലോ ഗായ്സ്, സുഖം തന്നെയല്ലേ? നമ്മളങ്ങനെ മലേഷ്യൻ യാത്രയിലാണിപ്പോൾ. നമ്മൾ ഇരിക്കുന്നത് ജോഹർ ബഹർ എന്ന് പറയുന്നൊരു സിറ്റിയിലാണ്. ഇത് സിറ്റി മാത്രമല്ല, ജോഹർ എന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ കൂടിയാണ് ജോഹർ ബഹർ. അവിടെ ഒരു ദിവസം നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ ഗസ്റ്റ് റൂമിലാണ് താമസിച്ചത്. നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് റോഡ് വഴിയാണ് ജോഹർ ബഹർ എത്തിയത്, ബോർഡറെല്ലാം ക്രോസ് ചെയ്ത് ഇവിടെ എത്തിയത്. അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ജോഹർ ബഹർ സിറ്റിയിലൂടെയുള്ള യാത്രയാണിത്. അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഈ വാട്ടർ ഫ്രണ്ട് എന്ന് പറയുന്നത് 3 രാജ്യങ്ങളെ കണക്ട് ചെയ്യും. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നിങ്ങനെ ബോട്ടിലൂടെ ഈ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ സൈറ്റാണ്. കുറച്ച് നേരം ഇവിടെ വന്ന് ഇരുന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു സ്ഥലം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ക്ലോക്ക് ടവറൊക്കെ നമുക്കിപ്പോൾ കാണാം. ഇതിവിടുത്തെ ഒരു ലാൻഡ്മാർക്കാണ്. നമ്മൾ പോയത് ഡെങ്കാ ബേയിലേക്കാണ്. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. ബീച്ച് വ്യൂ ഒക്കെ ആയിട്ട് അവിടെ നിറയെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണത്. ഇതിവിടുത്തെ പ്രിൻസിൻ്റെ ക്രൗൺ മോഡലാണ്. ജോഹർ ബഹർ എന്ന് എഴുതിയൊരു വലിയൊരു ബോർഡ് വെച്ച ഒരു ഏരിയ ആണിത്. ഇത് വളരെ ക്ലോസ് ടു സിംഗപ്പൂരാണ് ഈ സിറ്റി. ഈവനിങ് ആയപ്പോൾ
കുറേ ഫാമിലി ഫ്രണ്ട്സൊക്കെ കൂടി ബീച്ച് വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോയി. അവിടെ നിറയെ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇൻഡോറുമുണ്ട്, ഔട്ട്ഡോറുമുണ്ട്. അങ്ങനെ കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു ഫാമിലി ഗ്യാതറിംഗ് ആയിരുന്നു അത്. ഞങ്ങളിന്ന് ജോഹർ ബാഹർ വിടുകയാണ്. മലേഷ്യയുടെ ക്യാപിറ്റലായ കോലാലംപൂരിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒത്തിരി കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷേ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നല്ല റോഡുകളും അതൊക്കെ കണ്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് നമുക്ക് നിറയെ മരങ്ങൾ കാണാം. പച്ചപ്പ് മാത്രമേ അവിടെയുള്ളൂ. എന്താ പറയുക, പാമോയിൽ മരങ്ങളുണ്ട്, വാഴകൾ കാണാം, കടച്ചക്കകൾ കാണാം. ഇതെല്ലാം അങ്ങെത്തും വരെ നമുക്ക് കാണാമായിരുന്നു. എക്സ്പ്രസ് വേയിലൂടെ പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ R&R സ്റ്റേഷൻ കാണാൻ പറ്റും. റിലാക്സ് ആൻഡ് റെസ്റ്റിംഗ് സ്റ്റേഷനാണ്. അവിടെ ഇറങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായിട്ടാണ് വീണ്ടും യാത്ര തുടർന്നത്. R&R സ്റ്റേഷനിലുള്ള ഷോപ്പിലെ സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഫ്രൂട്ട്സൊക്കെ അവർ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. മലേഷ്യൻ റോഡുകളൊക്കെ സൂപ്പർ റോഡുകളാണ്. അങ്ങനെ ഞങ്ങൾ 4-5 അവേഴ്സ് യാത്ര ചെയ്ത് മലേഷ്യയുടെ ക്യാപിറ്റലായ കോലാലംപൂർ സിറ്റിയിലെത്തി. മലേഷ്യ എന്നും അറിയപ്പെട്ടിരുന്നത് ടോൾ ബിൽഡിങ്സുകളുടെ ഒരു നാടാണ് എന്നാണ്. ഇവിടെ നിറച്ചും ടോൾ ബിൽഡിങ്സുകളാണ്. അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഇവിടുത്തെ ഏറ്റവും ലോങ്ങസ്റ്റായ ഒരു ടണലാണിത്. അതിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്.
ഇവിടെ എത്തിയപ്പോൾ ഏറ്റവും സർപ്രൈസായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 30 ഞങ്ങളിവിടെ എത്തിയത്. 31 മലേഷ്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് രാത്രിയാണ് ഇവിടുത്തെ സെലിബ്രേഷൻസൊക്കെ, ലൈറ്റ് വർക്കുകളും അതെല്ലാം നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾക്ക് പെട്രോനാസ് ടവർ, ട്വിൻ ടവർ നേരിൽ കാണാൻ പറ്റി. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഫ്ലാഗിൻ്റെ കളേഴ്സിലുള്ള കളറൊക്കെ അതിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പെട്രോനാസ് ടവറിൻ്റെ അടുത്ത് തന്നെയായിട്ടായിരുന്നു ഈ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ. അതിൻ്റെ ദൃശ്യങ്ങളും അതിമനോഹരമായിരുന്നു. അവിടുത്തെ ഷോപ്പിംഗ് മാളിൽ ഫാഷൻ ഡിസൈൻ വീക്കുമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ച കുറേ ന്യൂ മോഡൽ ഡ്രസ്സുകളുടെ ഡിസ്പ്ലേ ആണിത്. രാത്രി 12 മണിയായപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ടോപ്പ് ഡെക്കിൽ പോയിട്ട് ഫയർ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റി. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ഹോട്ടലിൻ്റെ ടോപ്പ് ഡെക്കിൽ നിന്ന് നോക്കിയാൽ പെട്രോനാസ് ടവർ മാത്രമല്ല, വേറൊരു സൈഡിലായിട്ട് നമുക്ക് കോലാലംപൂർ ടവർ, KL ടവറാണിത്, അതും കാണാം. അതിൻ്റെ പുറകിലായിട്ട് മെർഡേക്ക ടവർ. ഇതൊക്കെയാണ് ഇവിടുത്തെ ടോളസ്റ്റ് ബിൽഡിങ്സ്. അതെല്ലാം നമുക്ക് കാണാം. ഇനി നമുക്ക് KL ടവർ, കോലാലംപൂർ ടവർ നേരിട്ട് പോയി കണ്ട ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. KL ടവർ നിൽക്കുന്ന ഏരിയയിൽ നിറയെ ഫ്ലാഗുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഓപ്പൺ സ്പേസാണ്. ഒത്തിരി പേർക്ക് അവിടെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടായിട്ടാണ് തോന്നിയത്. വളരെ നല്ലൊരു ആംബിയൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടോളസ്റ്റ് ടവറായ മെർഡേക്ക ടവർ കൂടി കാണാൻ പറ്റും. അങ്ങനെ മലേഷ്യൻ്റെ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും മലേഷ്യൻ വിശേഷങ്ങളുമായി വേറെ വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.